അന്നപൂർണേശ്വരി ദേവിയുടെ ജന്മദിനമായ അക്ഷയ തൃതീയ ദിവസം നമുക്ക് കുറച്ച് പുണ്യമായ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നീട് ഉള്ള അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് വേഗത്തിലൊന്നത് നോക്കാം. ഇത്തവണത്തെ അക്ഷയ തൃതീയ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമ്മൾ അബദ്ധത്തിൽ പോലും ചെയ്തേക്കാവുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. ചെയ്യാവുന്ന കാര്യങ്ങൾ ആദ്യം പറയാം, അതിനുശേഷം ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഹിന്ദു പാരമ്പര്യത്തിൽ അക്ഷയ തൃതീയയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഈ ദിവസം സ്വർണം വാങ്ങുന്നതിൻ്റെ 100 ഇരട്ടി ഫലം നൽകുന്ന മറ്റ് പല കാര്യങ്ങളുണ്ട്. സാധാരണ സ്വർണം വാങ്ങുക എന്നതാണ് ഈ ദിവസത്തിൻ്റെ വളരെ ഒരു പ്രത്യേകതയായി എല്ലാവരും കണക്കാക്കുന്നത്. പക്ഷേ സ്വർണം, വെള്ളി അങ്ങനെയുള്ള അതെല്ലാം വാങ്ങുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഇന്നേ ദിവസം നമുക്ക് വളരെ ശുഭമായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആദ്യം തന്നെ നമ്മൾ വീട്ടിൽ എല്ലാം നല്ല ശുദ്ധമാക്കിയതിന് ശേഷം അന്നേ ദിവസം രാവിലെ മഞ്ഞൾ വെള്ളം തളിക്കുക. പിന്നീട് ഏറ്റവും മംഗളമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് 3 ചെടികളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നടുക എന്നുള്ളത്. വടക്ക് ഭാഗത്താണെങ്കിലും കുഴപ്പമില്ല, വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നടുന്നതാണ് ഏറ്റവും നല്ലത്. ചെടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നെല്ലി, മയിലാഞ്ചി, വെറ്റില. ഈ 3 ചെടികളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ വടക്ക് ഭാഗത്ത് നടുക. പിന്നീട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ പ്രധാന വാതിലിന് മുന്നിൽ തന്നെ 12 മാവിലകൾ നിരത്തി കെട്ടിയതിന് ശേഷം അതിൽ മഞ്ഞളും കുങ്കുമവും ചാർത്തി വീടിൻ്റെ പ്രധാന വാതിലിൽ അതവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. മൂന്നാമതൊരു കാര്യം, വിളക്ക് തെളിക്കുന്നതാണ്. രാവിലെയും വൈകിട്ടും തെളിച്ചാൽ അത്രയും നല്ലത്. ഇനി സന്ധ്യയ്ക്കാണെങ്കിലും നമ്മൾ വിളക്ക് തെളിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു ചെറിയ ഒരു നാണയപ്പറ, ചെറിയൊരു നാണയപ്പറ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ അന്നേ ദിവസം പുറത്ത് പോയിട്ട് നമ്മൾ ലക്ഷ്മി ദേവിയുടെ, നമ്മുടെ വീട്ടിലെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോ വാങ്ങി പൂജാമുറിയിലോ ഷെൽഫിലോ എവിടെയാണെങ്കിലും, ഹോം ടെമ്പിളിലാണെങ്കിലും അവിടെ വെക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ചെറിയ ഫോട്ടോ ആണെങ്കിലും മതി, വിഗ്രഹം തന്നെ വേണമെന്നില്ല, ഫോട്ടോ. അടുത്തതായിട്ട് പറയുന്നത്, ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിൽ നമുക്ക് 100 ഇരട്ടി സ്വർണ്ണമൊക്കെ വാങ്ങുന്നതിൻ്റെ 100 ഇരട്ടി ഫലം നൽകുന്ന ഒരു കർമ്മമാണ്. അതാണ് അന്നദാനം. ഒന്നെങ്കിൽ നമുക്ക് അന്നദാനം നൽകാം, അത് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ കേട്ടോ. ഇപ്പോൾ ഒരാൾക്കാണ് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ ഒരാൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുക, ഒരാളുടെയെങ്കിലും വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ അന്നദാനം, അല്ലെങ്കിൽ അന്നദാനം നടത്താനുള്ള പണം നിക്ഷേപിക്കാനുള്ള എന്തായാലും ഭണ്ഡാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവില്ല, അതിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു പണം അതിൽ നിക്ഷേപിക്കുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് നല്ലതാണ്. മറ്റൊരു ശുഭകാര്യം എന്താണെന്ന് വെച്ചാൽ പശുവിന് ആഹാരം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനിഷ്ടപ്പെട്ട പഴമോ അങ്ങനെ എന്തെങ്കിലും പശുവിന് ആഹാരം നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അന്നേ ദിവസം ഈ മുടി മുറിക്കുകയോ അതുപോലെ നഖം വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കൂട്ടി ഈ മരം എന്തെങ്കിലുമൊക്കെ മുറിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാനായിട്ടോ എന്തെങ്കിലുമൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞായറാഴ്ചയാണല്ലോ, അന്ന് അവധി ദിവസം ആയതുകൊണ്ട് അന്ന് മുറിക്കാൻ നിൽക്കരുത്, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം മുറിച്ചാൽ മതി. മരമൊന്നും, പ്രത്യേകിച്ച് ഫലവൃക്ഷങ്ങളൊന്നും മുറിച്ച് അന്നേ ദിവസം കൊണ്ടുപോകുന്നത് നല്ലതല്ല. എല്ലാവർക്കും അക്ഷയ തൃതീയ ആശംസകൾ.